ഹലോ. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരുമോ, അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, ഇതൊക്കെയാണ്. ഇത് പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. അവരുടെ കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് 3 ഓഫ് വാൻഡ്സ് ആണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഇമോഷണലി അവർ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഒരു ബന്ധം അവർ അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു പോസ് എടുത്ത് നിൽക്കുകയാണ്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഒന്ന് തൽക്കാലത്തേക്കൊന്ന് നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ടും അവസാനിച്ച് പോയിട്ടില്ല എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാർഡ് ഒരു വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്, ദൂരെ നിന്ന് കാണുന്ന ഒരു എനർജി. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ദൂരെ നിന്ന് ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ കണക്ഷൻ അവർ മറന്നു കളഞ്ഞിട്ടില്ല. അതൊരു താൽക്കാലികമായ ഒരു പോസ് അവസ്ഥയിലാണ് ഉള്ളത്. അവർക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഈഗോയും ഉണ്ട്. അവരുടെ അഭിമാനബോധം കൊണ്ടാണ് അവർക്ക് തിരിച്ചു വരാനായിട്ട് മടിയുള്ളത്. നമുക്ക് ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അത് അവരുടെ ഫീലിങ്സിനെ കാണിക്കുന്നതാണ്. അതൊരു മേജർ അർക്കാന കാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ ആ ഒരു പവറിൽ തന്നെ മനസ്സിലാക്കണം. വളരെ ശക്തമായ ഈഗോ കൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയാത്തതെന്ന് മനസ്സിലാക്കണം. അവർ നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട്, ഡീപ്പായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അതേസമയം തന്നെ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അവർ സ്വന്തം ഹൃദയത്തോട് അവർ പട വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൺട്രോളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം സ്വന്തമായിട്ട് തന്നെ തടഞ്ഞ് നിർത്തിക്കൊണ്ട് അങ്ങനെ പോകുന്നൊരു എനർജിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് പേജ് ഓഫ് കപ്സ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ കോണ്ടാക്റ്റ് ചെയ്യാത്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാർഡാണ് ആ പേജ് ഓഫ് കപ്സ്. അത് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോഴും ഒരു ഇമ്മച്വർ സ്റ്റേജിലാണ് ഉള്ളത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ നല്ല രീതിക്ക് കാണുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് എങ്ങനെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളത് അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവർ ഇമോഷണലി വൾണറബിളാണ്. അവരുടെ ആ ഒരു ദുർബലമായ വശങ്ങൾ അവർക്ക് നിങ്ങളെ കാണിക്കാൻ മടിയാണ്. അവർക്ക് പേടിയുണ്ട്, റിജക്ഷൻ ആയി പോകുമോ, അല്ലെങ്കിൽ ഒരു ഓക്വേർഡ് ആയി പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ട്, അഭിമാനബോധം കൊണ്ട് അവർ മാറി നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ എന്തൊക്കെയോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗിൽറ്റ് എനർജി ഇവിടെ കാണാനുണ്ട്. 5 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. എന്താണ് നിങ്ങളുടെ ഇടയിൽ തെറ്റിപ്പോയത്, വാട്ട് വെൻറ്റ് റോങ്, അതവർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് റീപ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സമാധാനപൂർണ്ണമായിട്ട് ഇത് വേണ്ട ഇനി എന്ന് പറഞ്ഞ് മൂവ് ചെയ്ത് പോയ ഒരാളുടെ എനർജി അല്ല. അവർ ആ നഷ്ടം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 5 ഓഫ് കപ്സിൻ്റെ എനർജി അതാണ് കാണിക്കുന്നത്. ഇനി എന്താണ് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ടെമ്പറൻസ് ആണ്, ടൈമിങ് ആൻഡ് ബാലൻസ്. അതായത് അവരുടെ ഹീലിംഗ് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷൻ ആക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള ചില മുറിവുകളുണ്ട്. അത് ഹീലായി കൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ്. അതായത് അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ആകണം, ഒന്ന് തണുക്കണം, അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അവരുള്ളത്. ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 8 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അവർ സ്റ്റക്കാണ്. അത് അവരുടെ ചിന്തകളിൽ തന്നെയുള്ള ഒരു സ്റ്റക്ക് എനർജിയാണ്. ഓവർ തിങ്കിങ് ഉണ്ട് അവർക്ക്. റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴപ്പത്തിലാകുമോ എന്നുള്ള ഒരു പേടിയുണ്ട് അവർക്ക്. സ്വന്തമായിട്ട് അവനവനെ തന്നെ ഒരു ജയിലിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ട് അവിടെ ഇരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും എന്ന് ചെക്ക് ചെയ്യാം. അത് നമുക്ക് മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഈ മജീഷ്യൻ കാർഡ് പറയുന്നത് യെസ്, കമ്മ്യൂണിക്കേഷൻ ഇസ് പോസിബിൾ. കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവരുടെ ഈ പറയുന്ന മെൻ്റൽ ബ്ലോക്ക്, 8 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി, മെൻ്റൽ ബ്ലോക്ക് കടന്നു വന്നാൽ മാത്രമാണ് നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നത്. ഒരു കണ്ടീഷണൽ യെസ് ആണ് എന്ന് പറയാം. അവർ ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഐ വിൽ മേക്ക് സംതിങ് ഹാപ്പൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്.
എന്തെങ്കിലുമൊക്കെ ഈ റിലേഷൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം, ഇതിനൊരു തീരുമാനമാവണം എന്നവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മജീഷ്യൻ എനർജിയാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളത്. ഒരു 3 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. പക്ഷേ അവരുടെ ഹീലിംഗ് പൂർണ്ണമാകണം. ആ മെൻ്റൽ പ്രിസൺ എനർജിയിൽ നിന്നും, സ്വയം തടവറയിലിട്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും അവർക്ക് പുറത്ത് വരാനുള്ള ഒരു ടൈമും സ്പേസും അവർക്ക് കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളെ വിട്ടു മാറി നിൽക്കുന്ന ആളുകളെ ചേസ് ചെയ്ത് ഒരിക്കലും പോകരുത്. അതവർക്ക് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കുകയുള്ളൂ. അവരവരുടെ ടൈം എടുക്കട്ടെ, ഹീലിംഗ് നടക്കട്ടെ. അതിനുശേഷം പൂർണ്ണ മനസ്സോടെ അവർ തിരിച്ചു വരുന്നത് കാത്ത് നിങ്ങൾക്ക് പൈൽ നമ്പർ 1 തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.